ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി മുരിങ്ങയിൽ വെച്ചിട്ട് ഒരു അടിപൊളി തോരനാണ് കേട്ടോ. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ ഇത് ഇത്തിരി സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് മുരിങ്ങയില ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൊള്ളിയൊക്കെ മാറ്റിയിട്ട് ഇല മാത്രമാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം. മുരിങ്ങയില ആണെങ്കിലും കഴുകണം കേട്ടോ. നമ്മൾ വർഷക്കാലത്താകുമ്പോൾ പൊടിയൊന്നും ഉണ്ടാവില്ല, എന്നാലും പ്രാണികളൊക്കെ ഇരുന്നിട്ടുള്ള ആ ഒരു ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് കഴുകിയിട്ട് വൃത്തിയൊക്കെ എടുക്കണം. വേനൽക്കാലത്താണെങ്കിൽ നല്ലോണം പൊടിയും ഉണ്ടാവും. അപ്പോൾ സാധാരണ ഇലകളൊക്കെ കഴുകണ പോലെ ഈ മുരിങ്ങയിലും കഴുകിയെടുക്കണം. അങ്ങനെ ഇതാ ഞാനൊരു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വലിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ മുരിങ്ങ താളിപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളിയിലാണ് താളിച്ചെടുക്കാറ്. ഞാനിപ്പോൾ ഇത് വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തോരനായതുകൊണ്ടാണ് വലിയ ഉള്ളി എടുത്തിട്ടുള്ളത്. സാധാരണ മുരിങ്ങയില തോരനൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ടാവും. അതിലേക്കും ഇതുപോലെ വലിയ ഉള്ളിയൊന്നും എടുക്കാറുണ്ടാവില്ല കേട്ടോ. ഇത് കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ സ്കൂൾക്ക് കൊടുത്തേക്കാൻ പറ്റിയ ഒരു അടിപൊളി കൂട്ടാനാണ് കേട്ടോ. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഈ മുരിങ്ങയില ചേർത്ത് കൊടുക്കുകയാണ്. മുരിങ്ങയില ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ. സാധാരണ നമ്മൾ മുരിങ്ങയില തളിക്കുന്ന ടൈമിലൊക്കെ കഞ്ഞിവെള്ളമോ പച്ചവെള്ളമൊക്കെ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കും. ഇതിലേക്ക് ഞാൻ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണില്ല. തോരനാകുമ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ നല്ലത്. പിന്നെ ഇതൊരു കഴുകിയ നനവുണ്ട്, അത് അധികം ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇത് ചൂടാകുമ്പോൾ ഇലയുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ, പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും. അങ്ങനെ എന്താ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങയിലയിൽ പെട്ടെന്ന് തന്നെ ഉപ്പ് കൂടും, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. വേണമെങ്കിൽ ലാസ്റ്റായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഫസ്റ്റായിട്ട് തന്നെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കേണ്ട, അഥവാ ഏറിപ്പോയാൽ ആകെ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടാണ് അടച്ച് വെച്ചിട്ടുള്ളത്. ചെറിയ തീയിൽ കിടന്നിട്ടൊന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു അരക്കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളകും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് നേരം അരച്ചെടുക്കരുത്, അപ്പോഴേക്കും നല്ലോണം അരഞ്ഞു പോട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. നമ്മുടെ മുരിങ്ങയില വെന്തുക്കണോ എന്ന് നോക്കാം. മുരിങ്ങയില കൂടുതൽ നേരം വേവിക്കരുത് കേട്ടോ. ഓവറായിട്ട് വെന്ത് പോയാൽ കയ്പ്പ് രുചി വരും. അപ്പോൾ ഒരുപാട് നേരം വേവിക്കരുത് മുരിങ്ങയില. കുറച്ച് നേരം മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനിയാണ് ഇതിലോട്ട് ഇതിൻ്റെ മെയിൻ താരമായ ചേരുവ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ അതിൻ്റെ നടുഭാഗത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. മുരിങ്ങയിലയിൽ ഇങ്ങനെ മുട്ട പൊട്ടിച്ചിട്ട് ചിലപ്പോൾ ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ മുട്ട പെട്ടെന്ന് തന്നെ ഒന്ന് ചിക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലോണം ചിക്കിയതിന് ശേഷം മാത്രം ഇലയിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ വലിയ വലിയ പീസായിട്ട് അങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ ചെറിയ പീസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ചിക്കിയതിന് ശേഷം മാത്രം ഇലയിട്ട് മിക്സാക്കി എടുക്കുക. അങ്ങനെ മുരിങ്ങയിൽ മുട്ടയൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ തേങ്ങയൊന്ന് വാടി കിട്ടുന്ന വരെ ഒന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അധികം എരിവൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി തോരനാണ്. ഇത് ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പ് കറക്റ്റായിരുന്നു. ആദ്യം തന്നെ കൂടുതൽ ഉപ്പിട്ട് കൊടുക്കാണ്ടിരിക്കുക. അങ്ങനെ ഉപ്പ് കുറവായിട്ട് തോന്നിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടൈമിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ ഇവിടെ റെഡി ആയിട്ടിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ സ്കൂളൊക്കെ തുറക്കാനായില്ല. അപ്പോൾ കുട്ടികൾക്ക് എന്ത് കൂട്ടാൻ കൊടുത്തയക്കും ലഞ്ചിന് എന്നൊക്കെ നിങ്ങളെ കൺഫ്യൂഷനിലാവും എല്ലാവരും. അപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റംസ് ഉണ്ടാക്കി കൊടുത്ത് നോക്കുകൊണ്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഈ ഒരു തോരൻ ഇഷ്ടമാവും കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് നോക്കുകൊണ്ട്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.